ഏറ്റവും വലിയ ദുരൂഹത ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ഈ സംഭവം. കേരളത്തിലെ പോലീസിൻ്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നിയമസമാധാന ചുമതലയുള്ള കേരള പോലീസിൽ കേരള ഗവൺമെൻറ്റിന് വേണ്ടി എല്ലാ ഓപ്പറേഷനുകളും നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്തിന് RSS നേതാവിനെ കണ്ടു? അത് വ്യക്തമാക്കണം. അതിന് കാരണം അതിനകത്ത് യാതൊരു വിധമായ മറ്റു താല്പര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് തുറന്നു പറയുന്നില്ല ഞങ്ങളെ കണ്ടു, ഇന്ന കാര്യത്തിലാണ് കണ്ടത്? അപ്പോൾ എന്തോ ഒളിച്ചു വെക്കുന്നതല്ല, വ്യക്തമല്ലേ? ഇത് കൃത്യമായിട്ടും വന്നിരിക്കുന്നത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അലങ്കോലത്തിൻ്റെ പുറത്ത് പോലീസിൻ്റെ കൈയുണ്ടെന്നുള്ള ആക്ഷേപം വന്നു കഴിഞ്ഞു. അതിനുശേഷമാണ് ഏറ്റവും വലിയ വിസ്ഫോടനം, ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിസ്ഫോടനമാണ്. മറ്റു കാര്യങ്ങൾ പറഞ്ഞ് അത് മാറ്റിയെടുക്കാനാണ്. ഇതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന രാഷ്ട്രീയം മാറ്റിക്കൊണ്ട് RSSുമായി ചങ്ങാത്തമുണ്ടാക്കാനുള്ള ഒരു ഇടനിലക്കാരനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അതിന് ക്ലാരിറ്റിയോടെ മറുപടി പറയാൻ എന്തുകൊണ്ട് ഇവർക്ക് കഴിയുന്നില്ല? അപ്പോൾ എന്തോ ഉണ്ട് ഇതിനകത്ത്, ഇതെന്തോ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? അല്ലെങ്കിൽ ക്ലാരിറ്റിയോടെ മറുപടി പറയണം. ഞങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറി, ഇപ്പോൾ പറഞ്ഞ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ ഗോവിന്ദ മാഷ് പറഞ്ഞപ്പോൾ അയാൾ കണ്ടിട്ടുണ്ടാകും, ഓഫീസർ കണ്ടിട്ടുണ്ടാകും, അത് പാർട്ടിക്കൊരു ബന്ധമില്ല. അങ്ങനെ പറഞ്ഞ് ഒഴിയാവുന്നതാണോ ഗോവിന്ദ മാഷ്? ഇത് അങ്ങനെ പറഞ്ഞ് ഒഴിയാവുന്നതാണോ? ജനങ്ങളിതൊക്കെ കാണുന്നില്ലേ? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പാർട്ടിയെ തന്നെ RSSന്റെ മുന്നിൽ കെട്ടിയിടാനാണോ ഉദ്ദേശിക്കുന്നത്? അഖിലേന്ത്യാ പാർട്ടി എന്നൊരു പാർട്ടി CPM-ന് ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരൊന്ന് ചിന്തിക്കണ്ടേ? എന്താണ് കേരളത്തിലെ പാർട്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്? അവർക്കിതൊന്നും ബാധകമല്ലേ? അല്ല, കേരളത്തിലെ പാർട്ടിയുടെ മുമ്പിൽ എല്ലാം മടക്കി വെച്ചിരിക്കുകയാണോ അവർ? ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ്. ജനങ്ങളെ ഇനിയും കളിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ഈ ആരോപണത്തിൽ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിയണം. നിങ്ങൾ അറിഞ്ഞോ, 4 ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ PR നേടാൻ സ്ഥിരതാമസമാക്കാം. ഏത് ഒക്കുപേഷനുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ, സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, ട്രേഡ്സ്, ട്രാൻസ്പോർട്ട്, അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ 5 കാറ്റഗറികളിലുള്ള 82 ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ലൈസൻസ്ഡ് കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ. ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേമായ ഇംലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.